يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس أوصيكم عباد الله وإياي بتقوى الله. أعوذ بالله من الشيطان الرجيم. لا يسبقونه بالقول وهم بأمره يعملون. يعلم ما بين أيديهم وما خلفهم ولا يشفعون إلا لمن ارتضى وهم من خشيته مشفقون. സൃഷ്ടാവും പ്രപഞ്ചനാഥനുമായ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യം എന്നോടും പിന്നീട് നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു. പരമകാരുണ്യകനായ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്നെല്ലാം, പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നെല്ലാം അല്ലാഹു നാം ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രിയ സഹോദരങ്ങളെ, ഈമാൻ കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ 2 ആഴ്ച ഖുതുബയിലൂടെ മനസ്സിലാക്കി. ആ ഈമാൻ കാര്യത്തിൽ രണ്ടാമത്തേതാണ് മലക്കുകളിൽ വിശ്വസിക്കുക, മലക്കുകളിൽ ഈമാൻ കൊള്ളുക എന്നത്. നമ്മൾ ആമന റസൂൽ അല്ലാഹുവോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വൽ മുഅ്മിനൂന കുല്ലുൻ ആമന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റുസുലിഹി. എല്ലാ മുഅ്മിനീങ്ങളും അല്ലാഹുവിലും അല്ലാഹുവിന്റെ മലായികത്തുകളിലും അല്ലാഹുവിന്റെ കിതാബുകളിലും അവന്റെ മുർസലീങ്ങളിലും ദൃഢവിശ്വാസമുള്ളവരാകുന്നു. ഈമാൻ എന്ന വാക്ക് മുമ്പ് സൂചിപ്പിച്ച പോലെ കേവലം ഒരു വിശ്വാസമല്ല, ദൃഢമായ ബോധ്യത്തിൽ നിന്നുണ്ടാവുന്നതാണ്. ആ ഉയർന്ന തലമാണ് ഈമാൻ എന്ന് പറയുന്നത്. അപ്പൊ ഇസ്ലാം ഈമാൻ കാര്യങ്ങളിൽ അല്ലാഹുവിനെ കഴിഞ്ഞാൽ മലക്കുകളെ കുറിച്ച് ഈമാൻ കൊള്ളുക എന്നാണ് പറഞ്ഞത്. മുമ്പ് സൂചിപ്പിച്ച പോലെ ഈമാൻ കൊള്ളണമെങ്കിൽ ആരാണ് മലക്കുകൾ, എന്താണ് അവരുടെ പ്രകൃതം, എന്താണ് അതിനെപ്പറ്റി മനസ്സിലാക്കാനുള്ളത് എന്ന് ശരിയായ അറിവ് നേടിയവർക്കേ ആ ഈമാൻ കൊള്ളാൻ പറ്റും. നമ്മൾ 2ാം ക്ലാസ്സിൽ വെച്ച് 6 വയസ്സുള്ളപ്പോൾ ഈമാൻ കാര്യം പഠിച്ചതാണ്. അന്ന് തൊട്ടേ പറഞ്ഞു പോരുന്നതാണ് ഈ മലക്കുകളുള്ള വിശ്വാസം. മലക്കുകളുണ്ട്, ചില മലക്കുകളുടെ പേരൊക്കെ നമുക്കറിയാം. അതിനപ്പുറം എന്താണ് നമുക്ക് മലക്കുകളെ കുറിച്ച് അറിയുന്നത്? അതുകൊണ്ട് എന്റെ സഹോദരങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഇത് ഇടക്ക് മയങ്ങരുത്. കാരണം മലക്കുകളിലുള്ള നമ്മുടെ ഈമാൻ ശരിയാകണമെങ്കിൽ മലക്കുകളെ കുറിച്ച് അല്ലാഹു പറഞ്ഞത് എന്തൊക്കെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചത് എന്തൊക്കെ, ആ വഴിയല്ലേ ഉള്ളൂ അറിയാം. മറ്റൊരു വഴിയും നമുക്ക് മലക്കുകളെ കുറിച്ച് അറിയാനില്ല. ആ അറിവ് നേടുന്നവർക്ക് ഈമാൻ ശരിയാവുള്ളൂ. അപ്പൊ നമ്മുടെ ഈമാൻ ശരിയായി മുഅ്മിനായി മരിക്കണം എന്നതാണല്ലോ നമ്മുടെ ആഗ്രഹം. അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. മലക്കുകളെ പ്രകാശത്താലാണ് സൃഷ്ടിച്ചതെന്ന്
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനം ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്നുണ്ട്. മനുഷ്യനെ കളിമണ്ണിൽ നിന്നും അതിനു മുമ്പ് ജിന്നുകളെ അഗ്നിയിൽ നിന്നും സൃഷ്ടിച്ചു എന്ന് ഖുർആനും ഹദീസും നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ആ ജിന്നുകൾക്ക് എത്രയോ മുമ്പ്, കാലം നിർണയിക്കാൻ പറ്റില്ല, അല്ലാഹു അഅലം, പ്രകാശത്താൽ അല്ലാഹു സൃഷ്ടിച്ച പ്രത്യേക ഇബാദുകളാണ് മലായികത്തുകൾ. അല്ലാഹു തന്നെ പറഞ്ഞത് ഇബാദുൻ മുക്റമൂൻ, ആദരണീയരായ ശ്രേഷ്ഠരായ എന്റെ ദാസന്മാരാണ് മലക്കുകൾ. ആ മലക്കുകളിൽ നിന്ന് ചില നാമങ്ങൾ നമുക്കറിയാം. ജിബ്രീൽ അലൈഹിസ്സലാമിനെ നമുക്ക് പരിചയമുണ്ട്, കേട്ട് പരിചയമുണ്ട്. പരിചയം പറഞ്ഞാൽ ആ പേര് കേട്ടിട്ടുണ്ട്. മീകായിലിനെ കേട്ടിട്ടുണ്ട്, ഇസ്രാഫീലിനെ കേട്ടിട്ടുണ്ട്, അസ്റായീലെന്ന് കേൾക്കാറുണ്ട്. മലക്കുൽ മൗത്തിന്റെ പേര് അസ്റായീലാണെന്ന് പറയപ്പെടുന്നു എന്നേ പറയാൻ കഴിയും. അതുപോലെ തന്നെ മുങ്കർ, നക്കീർ, റഖീബ്, അതീദ്, നരകത്തിന്റെ കാവൽക്കാരനായ മാലിക് എന്ന മലക്ക്, സ്വർഗത്തിന്റെ കാവൽക്കാരനായ റിദ്വാൻ എന്ന മലക്ക്. അതിനപ്പുറം നമുക്ക് ഏത് മലക്കിന്റെ നാമമാണ് അറിയുക? ഒരു വഴിയില്ല, അറിയേണ്ടതില്ല എന്നതുകൊണ്ടാണ് അല്ലാഹു റസൂൽ അത് പഠിപ്പിച്ചരാന്ന് കൂടി മനസ്സിലാക്കണം. നമ്മ പഠിക്കൽ ആവശ്യമായിരുന്നെങ്കിൽ നിർബന്ധമായും അല്ലാഹു റസൂലും അത് പറഞ്ഞിരിക്കും. അപ്പൊ അതിന്റെ അർത്ഥം ഈ മലക്കുകളെ അല്ലാഹു റസൂൽ പരാമർശിച്ച മലക്കുകളെ സംബന്ധിച്ച് നമ്മൾ പേരറിയേണ്ടതുള്ളൂ. അപ്പോൾ അതിനപ്പുറം നമ്മുടെ ഈമാൻ എന്താണ് എന്നതാണ് നമ്മൾ പരിശോധിക്കുന്നത്. ആ മലക്കുകളെ റബ്ബ് പ്രത്യേകം സൃഷ്ടിച്ചതാണെന്ന് പറഞ്ഞു. അള്ളാഹുവിന്റെ നടപടിക്രമമാണത്. അള്ളാഹു ഈ പ്രപഞ്ചത്തിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ മലക്കുകളിലൂടെ അള്ളാഹു നിർവഹിക്കുന്നു. അള്ളാഹു നിർവഹിക്കുന്നു, മലക്കുകൾ നിർവഹിക്കുന്നു എന്ന് പറയാൻ പാടില്ല. അള്ളാഹു മലക്കുകളിലൂടെ നിർവഹിക്കുന്നു. ഒരു സമൂഹത്തെ നശിപ്പിച്ച കഥ മലക്കുകളെ അയച്ചു. ആ സമുദായത്തെ മലക്കുകൾ നശിപ്പിച്ചു എന്ന് പ്രയോഗിക്കില്ല. അള്ളാഹു നശിപ്പിച്ചു, മലക്കുകളെ നിയോഗിച്ചു. അമ്പിയാക്കളെ അള്ളാഹു രക്ഷിച്ച് എങ്ങനെ? മലക്കുകളെ നിയോഗിച്ചു. മലക്കുകളെ നിയോഗിച്ചുകൊണ്ട് അള്ളാഹു അമ്പിയാക്കളെയും വിശ്വാസികളെയും രക്ഷിച്ചു എന്ന് ഖുർആൻ പറയുമ്പോൾ, മലക്കുകളെ നിയോഗിച്ചിട്ട് അള്ളാഹു പ്രവാചകന്മാരെ നിരാകരിച്ച, പീഡിപ്പിച്ച സമൂഹങ്ങളെ നശിപ്പിച്ചു എന്ന് ഖുർആൻ പറയുന്നു. അവിടെ അള്ളാഹു രക്ഷിച്ചു, അള്ളാഹു ശിക്ഷിച്ചു എന്ന പ്രയോഗമേ വിശ്വാസികൾ നടത്താൻ പാടുള്ളൂ. ഈ എല്ലാ മലക്കുകളും ഒരേ ദർജയുള്ളവരല്ല, മനസ്സിലാക്കുക. എണ്ണി തീർക്കാൻ പറ്റാത്ത മലായികത്തുകളുണ്ട് എന്ന് നമുക്കറിയാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്, ഭൂമിയിൽ കഅബയുള്ള പോലെ ആകാശലോകത്ത് ഒരു കഅബയുണ്ട്. അതാണ് ബൈത്തുൽ മഅമൂർ. ആ ബൈത്തുൽ മഅമൂറിൽ ഓരോ ദിവസവും 70,000 മലക്കുകൾ പ്രവേശിക്കുന്നു അല്ലാഹുവിനെ തസ്ബീഹ് ചെയ്യാൻ. പിന്നീട് ഒരിക്കലും ആ മലക്ക് അതിൽ നിന്ന് പുറത്തു പോകുന്നില്ല. പിറ്റേ ദിവസം വേറെ 70,000, പിറ്റേ ദിവസം വേറെ. എങ്ങനെ കണക്കാക്കാനാണ്? പക്ഷേ എല്ലാ മലക്കുകൾക്കും ഒരേ പദവിയല്ല. അത് പ്രത്യേകം മനസ്സിലാക്കണം. എല്ലാ മലക്കുകൾക്കും ഒരേ പദവിയല്ല. മലക്കുകളുടെ ഭാഷണമായി അല്ലാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നു സൂറത്ത് സാഫാത്തിൽ, വമാ മിന്നാ ഇല്ലാ ലഹു മഖാമുൻ മഅലൂം. പ്രിയ സഹോദരങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞത്, സാധാരണ പ്രസംഗങ്ങളിൽ നിന്ന് മലക്കുകളെ കുറിച്ചുള്ള വിവരം നമുക്ക് സാധാരണ ലഭ്യമല്ല. സാധാരണ മതപ്രഭാഷണങ്ങൾ, വായതുകൾ, പരിപാടികളിൽ നിന്നും മലക്കുകളെ കുറിച്ചുള്ള വിശദമായ ഇൽമ് നമുക്ക് ലഭിച്ചിട്ടില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞത്.
മലക്കുകൾ പറയുന്നതായിട്ട് അള്ളാഹ് നമുക്ക് പഠിപ്പിച്ചു തരാണ്. ആ മലക്കുകൾ പറഞ്ഞു, ഞങ്ങളിൽ ഓരോരുത്തർക്കും പ്രത്യേകം അറിയപ്പെട്ട സ്ഥാനമാണ്, മക്കാമാണുള്ളത്. എല്ലാവരും ഒരുപോലെയല്ല. അതുപോലെ ഞങ്ങൾ സഫായി നിന്നുകൊണ്ട് അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്നവരാണ്. നിശ്ചയമായി ഞങ്ങൾ അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യുന്നവരാണ്. അത് അണിയണിയായി നിന്നുകൊണ്ടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോട് നമസ്കാരത്തിന് മുഅ്മിനീങ്ങൾ അണിനിരന്നപ്പോൾ പറഞ്ഞ വാചകം നമുക്ക് ഓർമ്മയുണ്ട്. നിങ്ങൾ നിൽക്കുമ്പോൾ ഇടയിൽ ഒഴിവുണ്ടാവാൻ പാടില്ല. അതുപോലെ കാലിന്റെ ഉപ്പുറ്റി അതാണ് സമമാക്കേണ്ടത്. മുന്നിലുള്ള തള്ളവരലല്ല സമാക്കേണ്ടത്, പിന്നിലുള്ള ഉപ്പുറ്റി. ഒരാളുടെ കാലം വലുതായിരിക്കും, ഒരാളുടെ കാലം അത്ര ഉണ്ടാവില്ല. പക്ഷേ കറുത്ത അടയാളം ഇട്ട് നമ്മുടെ ഉപ്പുറ്റി ഉപ്പുറ്റി ഇടയിലെ സ്ഥലം ഉണ്ടാവരുത്. മലക്കുകൾ സഫ് കിട്ടുന്ന പോലെ നിങ്ങൾക്ക് കെട്ടിക്കൂടെ എന്നാണ് അതിന് ചോദിച്ചത് അല്ലാഹുവിന്റെ റസൂൽ. മലക്കുകൾ എങ്ങനെയാണ് സഫ് കെട്ടി റബ്ബിനെ പ്രകീർത്തിക്കുന്നത്, അതുപോലെ നിങ്ങൾക്ക് നിന്നുകൂടെ? പലരും ശ്രദ്ധിക്കാറില്ല. വളരെ ഗൗരവപ്പെട്ട നമസ്കാരത്തിന് സഫ് ഇമാമ് ഇടക്ക് പറയും, സഫ് ശരിയാക്കണം. അതൊരു സാധാരണ ഒരു കടത്ത്, ഒരു പതിവ് വർത്താനായിട്ട് നമുക്ക് തോന്നരുത്. ഗൗരവമുള്ള വിഷയമാണ്. സഫ് ശരിയായിരിക്കണം. അപ്പൊ മലക്കുകൾ പറയാണ്, ഞങ്ങൾ അണിയണിയായി നിന്നുകൊണ്ട് റബ്ബിനെ പ്രകീർത്തനം ചെയ്യുന്നവരാണ്. അപ്പൊ എല്ലാവർക്കും ഇത് പദവിയല്ല. അപ്പൊ ഏറ്റവും പദവിയുള്ള മലക്കാര് അത് നമുക്കറിയാം, ജിബ്രീൽ അലൈഹിസ്സലാം. മലക്കുകളുടെ നേതാവ്, മുഖർറബായ മലക്ക്, അല്ലാഹുവിനോട് ഏറ്റവും സാമീപ്യമുള്ള മലക്ക്, അതാണ് മുഖർറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് പറയുന്നത്. മലക്കുകളുടെ നേതാവാണ്. അതുകൊണ്ട് ഗൗരവപ്പെട്ട ജോലിയെല്ലാം അള്ളാഹു ഏൽപ്പിക്കുന്നത് ജിബ്രീൽ അലൈഹിസ്സലാമിനെയാണ്. അതിൽ പ്രധാനപ്പെട്ടതാണ് അമ്പിയാക്കൾക്ക്, മുർസലീങ്ങൾക്ക് അള്ളാഹുവിന്റെ വഹി എത്തിച്ചു കൊടുക്കുക എന്ന ഗൗരവമേറിയ ഭാരമേറിയ വചനങ്ങളായി റബ്ബിൽ നിന്നുള്ള വഹിയുടെ ഭാരമേറിയ വചനങ്ങൾ വള്ളി പൊള്ളി വ്യത്യാസമില്ലാതെ, ഇടയിൽ കലർത്താതെ അതേ രീതിയിൽ അമ്പിയാക്കൾക്ക് ഏത് പിശാച് അതിനെ തടയാനും ശ്രമിച്ചാൽ പറ്റാത്തവണ്ണം, പിശാച് ഓതിക്കൊടുത്ത് അതിൽ കയറ്റാൻ പറ്റാത്തവണ്ണം ശക്തനായ കഴിവുറ്റ ജിബ്രീലിനെയാണ് അല്ലാഹു അമ്പിയാക്കൾക്ക് വഹി എത്തിക്കാൻ ഏൽപ്പിച്ചിട്ടുള്ളത്. പിന്നെ മറ്റു മലക്കുകൾക്കുള്ള വിവരവും അല്ലാഹുവിനുള്ള വിവരം ജിബ്രീൽ തന്നെയാണ് കൈമാറുന്നത്. ഏഴാം ആകാശത്തുള്ള, അതുപോലെ ആറാം ആകാശം, അങ്ങനെ അങ്ങനെ ഭൂമിയിൽ ഓരോ ജോലി ഏൽപ്പിക്കപ്പെട്ടവർ, അവർക്കൊക്കെ ജിബ്രീൽ അലൈഹിസ്സലാമാണ് വിവരം നൽകുന്നത്. അല്ലാഹുവിന്റെ കൽപ്പന അവരെ അറിയിക്കുന്നത് ജിബ്രീൽ. അല്ലാഹു തന്നെ ജിബ്രീലിനെ പറ്റി പറഞ്ഞു നോക്കിയത്, ജിബ്രീൽ എന്ന് പറഞ്ഞാൽ ശക്തനാണ്. അർശിനുടയവനായ റബ്ബിന്റെ അടുക്കൽ ഉന്നതമായ സ്ഥാനമുള്ളവനാണ്. ഇത് ഖുർആനാണ്. തക്ബീർ, സൂറത്ത് തക്ബീറിലെ 20-21 വചനങ്ങളാണ്. അതിനു മുമ്പ് നിങ്ങൾ കേട്ടത് സാഫാത്തിലായത്താണ്. ഞങ്ങൾക്ക് വ്യത്യസ്ത സ്ഥാനമാണുള്ളത്, ഞങ്ങൾ സഫ് കെട്ടുന്നവരാണ്. ആ സൂറത്തിന്റെ പേര് തന്നെ സാഫാത്ത്. അണിചേർന്നവർ, അണി നിന്നവർ എന്നാണ് ആ സൂറത്തിന്റെ പേര്. ഇവിടെ എന്താ പറഞ്ഞത്? ശക്തനാണ്. ഒരാൾക്കും ഒരു ശക്തിക്കും ജിബ്രീലിന്റെ ആ ലക്ഷ്യത്തിൽ നിന്ന് തടയാനോ വ്യതിചലിപ്പിക്കാനോ സാധ്യമാകില്ല. റബ്ബിന്റെ അടുക്കൽ, അർശിന്റെ ഉടയവനായ റബ്ബിന്റെ അടുക്കൽ ഉന്നതമായ പദവിയുണ്ട്. എല്ലാ മലക്കുകളും ജിബ്രീലിനെ അനുസരിക്കുകയും ചെയ്യണം. അനുസരിക്കപ്പെടുന്നവരാണ് മുത്താഅൻ. എല്ലാ മലക്കുകളും ജിബ്രീലിനെ അനുസരിക്കണം. വിശ്വസ്തനുമാണ്. അല്ലാഹു പറഞ്ഞത് വിശ്വസ്തനാണ് ജിബ്രീൽ. എന്ത് ജോലി എങ്ങനെ ഏൽപ്പിക്കാതെ അപ്പടി ചെയ്ത്
വീഴ്ത്തിയിരിക്കും. എല്ലാ മലക്കുകളും അങ്ങനെ തന്നെ കേട്ടാ. മലക്കുകൾ നമ്മളെ പോലെ ജിന്നുകളെ പോലല്ല, വീഴ്ച വരുത്തുന്നവരല്ല. കാരണം അതിൽ നല്ലവരും ചീത്ത വരുന്നില്ല. എല്ലാവരും നല്ലവരും മാത്രമേ, ശ്രേഷ്ഠരായവര് മാത്രമേ, പരിശുദ്ധരായവര് മാത്രമേ മലക്കുകളിലുള്ളൂ. അതുകൊണ്ടാണ് ഗൗരവപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ അല്ലാഹു ജിബ്രീലിനെ, മലക്കുകളെല്ലാം ജിബ്രീലിനെ, നമ്മ ഈ ഹദീസിൽ കാണാം, ജിബ്രീൽ നബിയുടെ അടുക്കൽ വന്നു. അപ്പൊ കൂടെ കൂടെ പർവ്വതങ്ങളുടെ മലക്ക്, ജിബ്രീൽ വരുമ്പോ മറ്റു മലക്കുകൾ കൂടെ ഉണ്ടാവും. എന്തൊരു കാര്യമാണോ ചെയ്യേണ്ടത് എന്ന് അല്ലാഹു ഏൽപ്പിച്ചത്, അതിന് പറ്റുന്ന മലക്കുകൾ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ കൂടെ ഉണ്ടാവും എന്ന് നമുക്ക് ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, ഇസ്രാഫീൽ എന്ന മലക്ക് നമുക്ക് അധിക പേർക്ക് അറിയാത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സന്ദർഭത്തിലാണ് ഇസ്രാഫീൽ എന്ന മലക്കിനെ കുറിച്ച് പറഞ്ഞു തരുന്നത്. ഏതാ സന്ദർഭം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ലളിതമായ ജീവിതമാണ് നയിച്ചത്. നമുക്കറിയാം, നമ്മളെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, അല്ലാഹുവിന്റെ റസൂൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും തവിടും ഉമിയും നീക്കി അരിച്ച നേരിയ മാവ് കൊണ്ടുള്ള പത്തിരി ജീവിതത്തിൽ വയറ് കഴിച്ചിട്ടില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ കാര്യം പറയണേ, സ്വർഗ്ഗത്തിൽ ആദ്യം പ്രവേശിക്കുന്ന അല്ലാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന റസൂലിന്റെ സ്തുതിയാ പറഞ്ഞത്. സ്വഹാബത്ത് പ്രവാചകന്റെ റൂമിൽ വന്ന് കാണുമ്പോ പ്രവാചകന്റെ ഭക്ഷണത്തെ പരുക്കൻ റൊട്ടി കറിയില്ലെങ്കിൽ സ്വർഗ്ഗയിൽ മുക്കി തിന്നുന്ന പ്രവാചകൻ, അല്ലെങ്കിൽ ഈത്തപ്പഴം മാത്രം കഴിക്കുന്ന, പച്ചവെള്ളം കുടിക്കുന്ന പ്രവാചകൻ. ആ സഹാബത്ത് ചോദിക്കുക, സങ്കടം കൊണ്ട് ചോദിച്ചത്, കുറച്ചുകൂടി ജീവിതത്തിൽ സുഖസൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചുകൂടെ? ഭക്ഷണത്തിലും വസ്ത്രത്തിലും പരുക്കനായ വിരിപ്പ്, പ്രവാചകന്റെ ശരീരത്തിൽ ഈത്തപ്പന ഓല കൊണ്ട് മടഞ്ഞ പായയുടെ അടയാളം, പവിത്രമായ പ്രവാചകന്റെ ശരീരത്തിൽ. ഇത് കണ്ട് സങ്കടത്തോടെ ചോദിച്ചു അവർ, കുറച്ചുകൂടി സുഖസൗകര്യം വേണമെങ്കിൽ പറ്റുമല്ലോ. ഓരോ യുദ്ധം കഴിയുമ്പോഴും യുദ്ധത്തിലെ ഗനീമത്ത് സ്വത്തിൽ നിന്ന് നിശ്ചിതമായൊരു വിഹിതം അല്ലാഹുവിന്റെ റസൂലുണ്ടല്ലോ. വേണമെങ്കിൽ ഭക്ഷണം ഭംഗിയാക്കാലോ, വസ്ത്രം വില കൂടിയതാക്കാലോ, വീട്ടിലെ സൗകര്യങ്ങൾ നന്നാക്കാമല്ലോ. അത് കിട്ടിയ ഉടനെ പാവങ്ങൾക്കും മറ്റും പൊതുകാര്യത്തിന് ചെലവാക്കി തീർക്കും റസൂലുള്ളാഹി. നല്ലൊരു സ്വത്ത്, ഓരോ യുദ്ധ ഗനീമത്ത് സ്വത്തിൽ നിന്നുള്ളൊരു വിഹിതം റസൂലുള്ളാഹി കിട്ടുന്നുണ്ട്. വേണമെങ്കിൽ അതുകൊണ്ട് മെച്ചപ്പെടുത്താം. അങ്ങനെ ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ മറുപടിയിലാണ് ഇസ്രാഫീൽ എന്ന മലക്ക് വരുന്നത്. ശ്രദ്ധിച്ചു കേൾക്കണം. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കണം, ഞാൻ ഇസ്രാഫീലിനെ കണ്ടത് ആ ഊതാനുള്ള കാഹളം ചുണ്ടിന്റെ ഇടയിൽ വെച്ചുള്ള അവസ്ഥയിലാണ് ഞാൻ ഇസ്രാഫീലിനെ കണ്ടത്. ഇസ്രാഫീലിന്റെ കണ്ണുകൾ റബ്ബിലേക്ക് തറച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇമ വെട്ടാതെ തിരിയാതെ റബ്ബിലേക്ക് മാത്രമായി ഇസ്രാഫീൽ എന്ന മലക്ക് നെറ്റി ചുളിഞ്ഞിട്ടുണ്ട്. ഇസ്രാഫീലിന്റെ നെറ്റി ചുളിഞ്ഞിട്ടുണ്ട്. ഒരു ഗൗരവപ്പെട്ട ഉത്തരവാദിത്വം നിർവഹിക്കാനുള്ള ഒരുക്കം എന്ന മട്ടിലാണ് നെറ്റി ചുളിഞ്ഞിട്ടുള്ളത്. എപ്പോൾ ഊതാൻ റബ്ബ് കൽപ്പിക്കുന്നുവോ അപ്പോൾ ഊതാൻ വേണ്ടി അത് കണ്ട് ഞാൻ എങ്ങനെ സ്വീകരിക്കാനാണ് ദുനിയാവിൽ? ആ അന്ത്യസമയത്തിന്റെ കാഹളം മുഴക്കാൻ ഇസ്രാഫീൽ എന്ന മലക്ക് കാത്തിരിക്കുന്നു. വൈകാതിരിക്കാൻ ഇമ വെട്ടുന്നില്ല, കണ്ടു തിരിക്കുന്നില്ല, റബ്ബിലേക്ക് മാത്രം. ആ ഒരുക്കമായിട്ട് നെറ്റി ചുളിഞ്ഞിട്ടുണ്ട്. കയ്യിലല്ല കാഹളം, കയ്യിൽ പിടിച്ചിട്ട് കൽപ്പിക്കുമ്പോ അങ്ങനെ വെച്ച് വിളിക്കാനല്ല, ഊതാനല്ല, ചുണ്ടിനിടയിൽ തന്നെയാണ് കാഹളം. ഇതാണ് യാഥാർത്ഥ്യമെങ്കിൽ സഹചരന്മാരെ, ഞാൻ എങ്ങനെ ദുനിയാവിൽ ആഹ്ലാദിക്കും? കൂടുതൽ സുഖ സൗകര്യങ്ങൾ ഞാൻ എങ്ങനെ നേടും? നമ്മുടെ
നമ്മ ജീവിക്കുന്നത് അങ്ങനെ ഒന്നല്ല, ഒരു പരുക്കനല്ല. നല്ല ഭക്ഷണം, നല്ല വസ്ത്രം, നല്ല വീട്, നല്ല സൗകര്യം ആസ്വദിച്ചിട്ടും പിന്നെ ആർമാദിക്കുക, പിന്നെ അടിച്ചു പൊളിക്കുക, ആഡംബരം ഉണ്ടാക്കുക. അതുകൊണ്ടാണ് റസൂൽ പറഞ്ഞത്, ഞാൻ കണ്ടടക്കാനും നിങ്ങൾ കണ്ടിരുന്നെങ്കിൽ നിങ്ങൾ കുറച്ച് ചിരിക്കുകയും അധികം കരയുകയും ചെയ്യുമായിരുന്നു. വളരെ ശ്രദ്ധിക്കണം. അടിച്ചു പൊളിക്കുമ്പോഴേ, ആഡംബരം നിർവ്വഹണം ചെയ്യുമ്പോഴേ ഇതൊന്ന് ഓർക്കണം. ഇസ്രാഫീലിന്റെ കാഹളം വായിൽ തന്നെയാണ്, കയ്യിലല്ല. റബ്ബിന്റെ കൽപ്പന വന്നാൽ അപ്പോൾ വിളിക്കാവുന്ന വിധം. മീകായിലിനെ കുറിച്ച് നമുക്കറിയാം. മഴ, കാറ്റ്, ഈ കാര്യങ്ങളെല്ലാം അല്ലാഹു ഏൽപ്പിച്ചിട്ടുള്ളത് മീകായിലിനെയാണ്. ഇങ്ങനെ ഓരോ മലക്കുകളെ സംബന്ധിച്ച് ഈ മലക്കുകളിലുള്ള ഈമാൻ എങ്ങനെയാണ് നമുക്ക് നിർഭയത്വം തരുന്നത്? അത് ഇനി അറിയേണ്ടത്. ഈമാൻ നിർഭയത്വം, സമാധാനം ഉണ്ടാക്കും. ഇങ്ങനെയൊക്കെയുള്ള മലക്കുകളാണ് നമുക്കെങ്ങനെ സമാധാനം കിട്ടും? ഇതിന് മുന്നോടിയായി നാം അള്ളാഹുവിനെ കുറിച്ചുള്ള ഈമാൻ കൊണ്ടിട്ടുണ്ട്. എന്നിട്ട് ഇതും കൂടി കേൾക്കൂ. അള്ളാഹിനെ പറ്റി നമുക്കറിയാം. അള്ളാഹുവാണ് നമ്മളോട് അങ്ങേയറ്റം കാരുണ്യവാൻ, അങ്ങേയറ്റം കരുണയുള്ളവൻ, ദയയുള്ളവൻ, സ്നേഹമുള്ളവൻ, വദൂദായവൻ, റഊഫായവൻ. അങ്ങനെയുള്ള റബ്ബിനെ അറിഞ്ഞതിനാൽ ആ റബ്ബിലുള്ള ഈമാൻ നമുക്ക് നിർഭയത്വം നൽകിയപ്പോൾ മലക്കുകളെ കുറിച്ച് ഇങ്ങനെയൊക്കെയാണ് മലക്ക്. പക്ഷേ ഒരു വാക്കുകൊണ്ട് പോലും അല്ലാഹുവിനെ മുൻകടക്കുകയില്ല. ഈ മലക്കുകളിൽ ഈമാൻ എങ്ങനെയാണ് നമുക്ക് നിർഭയത്വം കിട്ടുന്നത്? പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾ. അതാണ് നമ്മുടെ വിഷയം. ഈമാൻ നിർഭയത്വമാകുന്നു എന്നതാണല്ലോ നമ്മുടെ വിഷയം. അല്ലാഹുവിലുള്ള ഈമാൻ നമുക്ക് മനസ്സിലായി. മലക്കുകളിൽ ഈമാൻ കൊള്ളുമ്പോൾ എങ്ങനെയാണ് നമുക്ക് സമാധാനം ലഭിക്കുന്നത്? അല്ലാഹുവിനെ ഒരു വാക്കുകൊണ്ട് പോലും മലക്കുകൾ മുൻകടക്കുകയില്ല. റബ്ബിന്റെ കൽപ്പന എന്താണോ അതവർ ചെയ്തിരിക്കും. അപ്പൊ എങ്ങനെ നമുക്ക് നിർഭയത്വം ഉണ്ടാവും? എന്റെ റബ്ബിന്റെ തീരുമാനത്തിന് വിരുദ്ധമായി, എന്റെ റബ്ബിന്റെ ഇറാദത്തിന് വിരുദ്ധമായി, എന്റെ റബ്ബിന്റെ മശീഅത്തിന് എതിരായി മലായികത്തുകൾ ഒന്നും ചെയ്യില്ല എന്ന് ഉറപ്പ് കിട്ടിയ എന്നോട് അതിയായ സ്നേഹമുള്ള, കരുണയുള്ള എന്റെ റബ്ബും ഇലാഹുമായ, എന്റെ മാലിക്കായ, മുദബ്ബിറായ റബ്ബിന്റെ കൽപ്പന മാത്രം നടപ്പാക്കുന്നവരാണ്. അവർക്ക് സ്വന്തമായിട്ട് ദേഷ്യം വരൂല, സ്വന്തമായിട്ട് ഇഷ്ടം തോന്നൂല, സ്വന്തമായി സഹായിക്കണമെന്ന് തോന്നൂല, സ്വന്തമായി ബുദ്ധിമുട്ടിക്കണമെന്ന് മലക്കുകൾക്ക് തോന്നില്ല. ആ റബ്ബിന്റെ കൽപ്പന എന്താണോ അത് മാത്രമേ അവർ ചെയ്യൂ. മാത്രമല്ല, അവരെ ഡ്യൂട്ടിക്ക് വിട്ടാലേ അല്ലാഹു പറയാണ്, യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും. ഈ മലക്കുകളുടെ മുന്നിലുള്ളതും പിന്നിലുള്ളതും അല്ലാഹു അറിയുന്നുണ്ട്. ജോലി ഏൽപ്പിച്ചിട്ട് പോയിട്ടേ ആ മലക്ക് എന്ത്, എങ്ങനെ എന്നത് കൂടി അറിഞ്ഞുകൊണ്ടിരിക്കുന്നു അല്ലാഹ്. അതാണ് അത്രയും കണിശമാണ് അവരുടെ പ്രവൃത്തി. അല്ലാഹു തൃപ്തിപ്പെട്ടവർക്ക് വേണ്ടിയല്ലാതെ ശുപാർശ പോലും ചെയ്യില്ല. പിന്നല്ലേ സഹായിക്കല്? അല്ലാഹു തൃപ്തിപ്പെട്ടിട്ട് മലക്കുകൾക്ക് അനുമതി കൊടുക്കാതെ പരലോകത്ത് നാളെ ശുപാർശ പോലും മലായികത്തുകൾ ചെയ്യില്ല. കിട്ടിയാൽ മലക്കുകൾക്ക് അവസരം കൊടുക്കുക. ഇന്ന ആളുകൾ അത് തീരുമാനിക്കുന്ന ആർക്ക് ശുപാർശ അല്ലാഹു തീരുമാനിക്കുക. അമ്പിയാക്കൾക്ക് അങ്ങനെ, സ്വാലിഹീങ്ങൾക്ക് അങ്ങനെ തന്നെ. അവർക്ക് തീരുമാനിക്കും, അല്ലാഹു തീരുമാനിക്കും ഇന്നോർക്ക് വേണ്ടി നിങ്ങൾ ശുപാർശ ചെയ്യുക. നമ്മ ശുപാർശനെ പറ്റി പഠിച്ചിട്ട് അല്ലാഹു അനുവദിച്ചവർക്കേ സാധിക്കുള്ളൂ. അല്ലാഹു തൃപ്തിപ്പെട്ടവർക്ക് വേണ്ടിയേ ശുപാർശ പറയാൻ കഴിയൂ. അപ്പൊ അതിനുവേണ്ടി ആരെ സമീപിക്കണം? റബ്ബിനെ സമീപിക്കണം. മലക്കിനോട് പറഞ്ഞിട്ട് കാര്യമില്ല, നബിയോട് പറഞ്ഞിട്ട് കാര്യമില്ല, വേറെ ആരോട് ശുപാർശക്ക് വേണ്ടി തേടിയിട്ട് കാര്യമില്ല. റബ്ബിനോട് തന്നെ തേടണം. ഇവിടെ കണ്ട ഖുർആനാണ്, സൂറത്ത് അംബിയായിലെ ആയത്തുകളാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. വലാ യശ്ഫഊന ഇല്ലാ ലിമൻ ഇർതദാ. ഏത് അടിയാന്മാർക്ക് വേണ്ടി അല്ലാഹു തൃപ്തിപ്പെട്ടുവോ അവർക്ക് വേണ്ടി അല്ലാതെ മലായികത്തുകൾ ശുപാർശ പറയില്ല. മാത്രമല്ല വമിൻ ഖശിയതിഹി മുശ്ഫിഖൂൻ.
ആ മലായികത്തുകൾ റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് പേടിച്ചു വിറക്കുന്നവരാണ്. മലക്കുകളെ ഓരോരുത്തരെ പറ്റി കേൾക്കുമ്പോ നമ്മ ആ ശക്തിയും കഴിവും അതും നമ്മുടെ ഭാവനയിൽ നിന്ന് അതീതമാണ്. പക്ഷെ ആ മലക്കുകൾ റബ്ബിനെ സംബന്ധിച്ച് ഭയന്നു വിറക്കുന്നവരാകുന്നു അല്ലാഹുവാണ് പറഞ്ഞത്. സൂറത്ത് അംബിയായിലെ 27, 28 വചനങ്ങൾ. സൂറത്ത് തഹ്രീമിൽ നാം പഠിച്ചു, മലക്കുകളോട് അല്ലാഹു എന്താണോ കൽപ്പിച്ചത് അതിന് എതിര് പ്രവർത്തിക്കുകയില്ല. എന്താണോ റബ്ബ് കൽപ്പിച്ചത് അത് മാത്രമേ അവർ ചെയ്യൂ. എന്നെ രക്ഷിക്കണേ, സഹായിക്കണേ കരഞ്ഞു വിളിച്ചിട്ട് കാര്യമില്ല. കാരണം അവർക്കൊരു വിഷയം വരണമെങ്കിൽ അത് എവിടെ നിന്ന് വരണം? റബ്ബിൽ നിന്നുള്ള ഓർഡർ വരണം. ഇവിടെ കരഞ്ഞോ, ഇവിടെ ആപത്തിൽപ്പെട്ടോ, ഇവിടെ വെള്ളത്തിൽ മുങ്ങിയോ, ഇവിടെ അക്രമിയോ ഒന്ന് ആക്രമിച്ചോ എന്നത് മലക്കുകളുടെ വിഷയമേ അല്ല, റബ്ബിന്റെ കൽപ്പന. അപ്പൊ പിന്നെ നമ്മ ആരോടാ സഹായത്തായിട്ട് നടത്താൻ? അള്ളാഹുവിനോട് തന്നെ. കൃത്യമാണ്. ഖുർആൻ പഠിച്ചാൽ, ഹദീസ് പഠിച്ചാൽ നമുക്ക് ഈ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. അള്ളാഹു അറിയേണ്ട കാര്യങ്ങൾ അറിഞ്ഞ് അത് ജീവിതത്തിൽ പാലിച്ച് ഈമാൻ ശക്തിപ്പെടുത്തുന്ന മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. أيها الناس أوصيكم عباد الله وإياي بتقوى الله. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമ്മൾ ഏതാണ്ട് ഈ വർഷത്തെ മുഹറം മാസത്തിൽ പ്രവേശിച്ചു എന്നാണ് മനസ്സിലാവുന്നത്. ഇനി എന്തെങ്കിലും പുതിയ അറിവ് വരുമോ എന്നറിയില്ല. ഇന്ന് മുഹറം 1 മുഹറം 9 ശനിയാഴ്ചയായിരിക്കും, 10 ഞായറാഴ്ചയായിരിക്കും. കലണ്ടറിൽ അടിച്ചതൊന്നും നോക്കണ്ട. കാരണം ബലിപെരുന്നാൾ കലണ്ടർ അടിച്ചതിന്റെ പിറ്റേ ദിവസമാണ് നമ്മൾ ആഘോഷിച്ചത്. അപ്പൊ 29 വീണ്ടും മാറിയില്ല. 29 ആയ ഇന്നലെ മാസപ്പിറവി കണ്ടാലാണ് ഇന്ന് മുഹറം 1 തീരുക. അപ്പൊ വെള്ളിയോട് വെള്ളി 8, അടുത്ത വെള്ളി 8, ശനി 9, ഞായർ 10 എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇൻഷാ അല്ലാഹ് ഇനി ഒരാഴ്ച ഉണ്ടല്ലോ, ഇതിനിടയിൽ കൃത്യമായ വിവരങ്ങൾ വരും എന്ന് പ്രതീക്ഷിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, റമദാനിന്റെ നിർബന്ധ നോമ്പ് കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് മുഹറം 10ന്റെ നോമ്പാണ്. അള്ളാന്റെ മാസമായ മുഹറത്തിലെ ആ 10ലെ നോമ്പാണ്. അത് പറഞ്ഞപ്പോ സഹാബത്ത് പറഞ്ഞു, ഇത് ജൂതന്മാരൊക്കെ പിടിക്കുന്നില്ല നബിയെ. അപ്പൊ നബി പറഞ്ഞു, അടുത്ത കൊല്ലം ഞാൻ ഉണ്ടെങ്കിൽ 9 കൂടി പിടിക്കും മുഹറം. അപ്പൊ ജൂതന്മാരെ പോലെ ആവൂല. പക്ഷെ അത് പറഞ്ഞതിന് ശേഷം റസൂലുള്ളാഹി ജീവിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ സഹാബത്ത് 9 കൂടി ശേഷം 9 കൂടി പിടിച്ചു. 9 10 മനസ്സിലാക്കണം. മുഹറം 9ന്റെ നോമ്പിന് 10ന്റെ കൂലിയില്ല, 10 തന്നെ, അതൊറ്റ ദിവസം. പക്ഷേ 9 കൂടി പിടിക്കാൻ അനുമതി കിട്ടി എന്ന് മനസ്സിലാക്കിയാൽ മതി. അത്ര പുണ്യമുള്ള നോമ്പാണ് അത്. അത് നിങ്ങളുടെ ശ്രദ്ധയിൽ പെടുത്തുകയാണ്. ഇന്ന് പുറത്തു വെച്ചിട്ടുള്ള ബക്കറ്റ് ഇപ്പള്ളിയുടെ പരിപാലനത്തിന് വേണ്ടിയുള്ളതാണ് എന്നുകൂടി നിങ്ങളുടെ ശ്രദ്ധയിൽ പെടുത്തുകയാണ്. പ്രിയ സഹോദരങ്ങളെ, മലക്കുകളെ കുറിച്ച് നമ്മൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി. ഇതുപോലെ വൈബിയായൊരു സൃഷ്ടിയാണല്ലോ ജിന്ന്. ശ്രദ്ധിക്കുക, ഈമാൻ കാര്യത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. വളരെ ശ്രദ്ധിക്കുക. നമുക്ക്
മലക്കിനെ കാണാൻ പറ്റൂല, ജിന്നിനെ കാണാൻ പറ്റില്ല. മനുഷ്യന് മുമ്പാണ് ജിന്നുകളെ അഗ്നിയിൽ നിന്ന് സൃഷ്ടിച്ചു എന്ന് ഖുർആൻ പറഞ്ഞത്. ഖുർആനിലും ഹദീസിലും വന്നതൊക്കെ നമ്മൾ അംഗീകരിക്കണം. ഖുർആനിലും ഹദീസിലും ജിന്നുകളെ പറ്റി, ജിന്ന് പിശാചുക്കളെ പറ്റി പറഞ്ഞ വർത്താനങ്ങൾ അംഗീകരിക്കണം. പക്ഷേ ഈമാനിൽ ഉൾപ്പെടുത്തിയില്ല. വളരെ ശ്രദ്ധിക്കണം. എന്ന് മാത്രമല്ല, ജിന്നുകളിൽ ഈമാൻ കൊള്ളുന്നവർ മുശ്രിക്കുകളാകുന്നു എന്ന് ഖുർആൻ പഠിപ്പിച്ചാലോ? അങ്ങനെ ഉണ്ടാ ഖുർആനിൽ? നിങ്ങൾ കേട്ടു നോക്കൂ. സൂറത്ത് സബ, വൽയൗമ യഹ്ശുറുഹും ജമീആ. അല്ലാഹു പറയാണ് സൂറത്ത് സബയിലെ 40-ാമത്തെ ആയത്ത് എന്ന് പറയാണ്, അവരെ എല്ലാവരെയും നാം മഹ്ശറയിൽ ഒരുമിച്ച് കൂട്ടുന്ന ദിവസം. എല്ലാവരും എന്ന് പറഞ്ഞാൽ മനുഷ്യരുണ്ടായിരിക്കും, ജിന്നുകളുണ്ടായിരിക്കും, മലക്കുകളുണ്ടായിരിക്കും, എല്ലാവരും. ആ സമയത്ത് മലക്കുകളോടുള്ള ചോദിക്കും. വളരെ ശ്രദ്ധിക്കണം. മലക്കുകളോടുള്ള ചോദിക്കും, ഈ നിൽക്കുന്ന മനുഷ്യന്മാര് മലക്കുകളെ നിങ്ങളെക്കായിരുന്നല്ലോ ഇബാദത്ത് ചെയ്തുകൊണ്ടിരുന്നത്. എന്ത് ഇബാദത്ത്? പ്രാർത്ഥന, സഹായത്തോടെ. പ്രാർത്ഥനയും സഹായത്തോടെ ഇന്നും നടക്കില്ലേ? ഇന്നും പല മലക്കുകളുടെ പേരിൽ പള്ളികൾ ക്രൈസ്തവ സമൂഹത്തിലില്ലേ? ആ മലക്കുകളെ വെച്ചിട്ട് അള്ളാഹിന്റെ അടയാളന്മാരാക്കിയിട്ടില്ലേ? മക്ക മുശ്രിക്കുകൾ മലക്കുകളെ ആരാധിച്ചിരുന്നു. മലക്കുകൾ അള്ളാഹിന്റെ പെൺമക്കളാണെന്ന് അവര് ധരിച്ചു, തെറ്റായി ധരിച്ചിട്ട് മലക്കുകൾക്കോട് പ്രാർത്ഥിച്ചിരുന്നു, സഹായത്തേട്ടം നടത്തിയിരുന്നു. മലക്കളോട് ഇപ്പൊ ചോദിച്ചെന്താ? ഈ നിൽക്കുന്ന മനുഷ്യന്മാര് മലക്കളോട് സഹായത്തേട്ടം നടത്തിയ പ്രാർത്ഥിച്ച മനുഷ്യരെ ചൂണ്ടിയിട്ട് അന്ന് ചോദിക്കും മലക്കൾ, നിങ്ങളെ ആയിരുന്നല്ലോ ഈ കൂട്ടര് ആരാധിച്ചത്. ആ മലക്കുകൾ മറുപടി പറയുന്നു, സുബ്ഹാനക റബ്ബേ, നീ എത്ര പരിശുദ്ധൻ. ശിർക്ക് കേൾക്കുമ്പോൾക്ക് അത് വരും, മുഅ്മിനീങ്ങളുടെ നാവിലും വരും. സുബ്ഹാനല്ലാഹ് എന്ന് വരും, അല്ലെങ്കിൽ സുബ്ഹാനക എന്ന് വരും. ശിർക്കിൽ അത്രമാത്രം പരിശുദ്ധനും ഉന്നതമാണ് അല്ലാഹു. അന്ത വലിയുനാ റബ്ബേ, നീയാണല്ലോ ഞങ്ങളുടെ രക്ഷകൻ, നീയാണല്ലോ റബ്ബേ. മലക്കുകൾ പറയണ്ട, മലക്കുകളെ പറ്റിയല്ല ഈമാൻ കൊണ്ടിട്ടുള്ളത്. ആ മലക്കുകൾ പറയാം, റബ്ബേ നീയാണ് ഞങ്ങളുടെ വലിയ. മിൻ ദൂരിഹിം, അവരല്ലല്ലോ, അവരൊന്നല്ലല്ലോ ഞങ്ങളുടെ ആൾക്കാര്, ജിന്നുമല്ല ഇൻസുമല്ല, റബ്ബേ നീ മാത്രമാണ് ഞങ്ങളുടെ വലിയ. ബൽകാനു യഅബുദൂനൽ ജിന്ന, റബ്ബേ സത്യത്തിൽ അവർ ഞങ്ങളെയല്ല ആരാധിച്ചിരുന്ന ജിന്നുകളെ ആയിരുന്നു. വളരെ ശ്രദ്ധിക്കണം. ഇത് ഖുർആനാണ് ഞാൻ ഓതുന്നത്. ഹദീസിന്റെ സഹീഹാണോ വഹീഹാണോ എന്നൊക്കെ തർക്കിക്കായിരുന്നു. ഇത് അല്ലാഹുവിന്റെ ആയത്താണ് പ്രിയപ്പെട്ടവരെ. അവര് ഞങ്ങളെ എല്ലാം ആരാധിച്ചത് റബ്ബേ ജിന്നുകളെയും ജിന്നു പിശാചുക്കളെയുമായിരുന്നു. അതിലെ ആയത്തിന്റെ അവസാനം അപകടം പിടിച്ചൊരു വർത്താനം, അക്സറുഹും ബിഹിം മുഅ്മിനൂൻ. ആ മുശ്രിക്കുകൾ, അല്ലാഹുവോട് പറയാം മലക്കുകൾ, ആ കാഫിറുകൾ, ആ മുശ്രിക്കുകൾ അധിക പേരും ജിന്നുകളിൽ ഈമാൻ കൊണ്ടവരായിരുന്നു, മുഅ്മിനീങ്ങളായിരുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മൂമിൻ എന്ന് കേട്ടാൽ എന്താ വിചാരിക്കുക? അതിന്റെ ബഹുവചനാണ് മൂമിനോൻ, സത്യവിശ്വാസി. മൂമിനു എന്ന് പറഞ്ഞാലോ സത്യവിശ്വാസി. ഇവിടെ അള്ളാഹു പറഞ്ഞ മൂമിന ആരാന്നറിയോ? നരകഭാവിയെ കുറിച്ചാ പറയുന്നത്. നരകത്തിൽ കിടക്കുന്ന കാഫിറിനെ കുറിച്ചാണ് ഈ പറഞ്ഞത്. നരകത്തിൽ പോകുന്ന മുശ്രിക്കിനെ കുറിച്ചാണ് പറയുന്നത്. ജിന്നി വിശ്വസിച്ചിട്ടുണ്ട്. അപ്പൊ ഈമാൻ കാര്യത്തിൽ ഉൾപ്പെടുത്തിയില്ല എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു എന്ന് ശ്രദ്ധിക്കില്ലേ? എന്താ അതുകൊണ്ട് ജിന്നുകളെ പറ്റി ഗവേഷണം നടത്തേണ്ട വല്ല കാര്യം നമുക്കുണ്ടാ? ഇല്ല. നമ്മളായിട്ട് ഏർപ്പാടില്ല എന്നൊക്കെ പറഞ്ഞു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അറിയില്ല. അതുകൊണ്ട് അള്ളാഹുവിന് കാവല് വയ്ക്കുക, അള്ളാഹുവിനോട് കാവല് വയ്ക്കുക. ജിന്ന് പിശാചിലെ ഏറ്റവും വലിയ ആളല്ലേ ഇബ്ലീസ്. പഠിപ്പിച്ചു വേറെ അന്വേഷിക്കാൻ
നയിക്കാൻ പോണ്ട, വേറെ മന്ത്രവാദത്തിന് പോണ്ട, ജിന്നെ ഒഴിപ്പിക്കാൻ പോണ്ട, ജിന്നെ ഇറക്കാൻ പോണ്ട, ജിന്ന് ബീവിയോ ജിന്ന് ബീവനെയോ അന്വേഷിച്ചു പോകേണ്ടതില്ല. മാത്രമല്ല ആ മൂമിനു എന്ന് പറഞ്ഞ വാക്കില്ലേ നെഗറ്റീവാണ്. കാരണം തൊട്ടടുത്ത ആയത്ത് കൂടി അറിഞ്ഞാൽ അത് മനസ്സിലാവുള്ളൂ. നിങ്ങൾക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കാനോ ഉപദ്രവിക്കാനോ കഴിയില്ല എന്ന് റബ്ബ് തീർത്തു പറയാം. നിങ്ങൾക്ക് പരസ്പരം ഉപകാരം ചെയ്യാനോ വേറെ ഉപദ്രവം ചെയ്യാനോ കഴിയില്ല. എന്നിട്ടോ ആ അക്രമികൾ, ആ ശിർക്ക് ചെയ്ത അക്രമികളോട് എന്ന് പറയും, നരകത്തിൽ കിടന്ന് നരകശിക്ഷ ആസ്വദിച്ചുകൊള്ളാം എന്ന് പറയും. ജിന്നിൽ ഈമാൻ കൊണ്ടവരെ പറ്റിയാണ് പറയുന്നത്. നരകത്തിൽ കിടന്ന് കത്തിക്കാളുന്ന നരകശിക്ഷ നിങ്ങൾ ഏറ്റുവാങ്ങുക. കാരണം നിങ്ങൾ ജിന്നുകളിൽ ഈമാൻ കൊണ്ടവരാണ്. എന്റെ യഥാർത്ഥ ദാസന്മാർ അല്ലാഹുവിലും മലക്കുകളിലും കിതാബുകളിലും മുർസലീങ്ങളിലും ഈമാൻ കൊണ്ടവരാണ്. നിങ്ങൾ ജിന്നുകളിലും പിശാചുകളിലും ഈമാൻ കൊണ്ടവർ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇനി ഒരു ഈമാൻ പറയുന്നുണ്ട് ഇതുപോലത്തെ നെഗറ്റീവ് ഈമാൻ. ജൂതന്മാർക്ക് ഭയങ്കര മന്ത്രവാദവും പിശാചി സേവയും കൂടിയ ആൾക്കാരായിരുന്നു ജിന്നുകൾ. അതിനെപ്പറ്റി സൂറത്ത് നിസാ 167 ആയത്തിൽ അലം തറ ഇലല്ലദീന ഊതൂ നസീബൻ മിനൽ കിതാബ്, നബിയെ താങ്കൾ കാണുന്നില്ലേ വേദഗ്രന്ഥത്തിന്റെ അവകാശം കിട്ടിയ ആളുകൾ യുമിനൂന ബിൽ ജിബ്തി, ആഭിചാര കർമ്മങ്ങളിൽ വിശ്വസിക്കുന്നവരാണ് അവർ. യുമിനൂന നമ്മൾ വിചാരിക്കും പോസിറ്റീവാണ്. ജിബ്തിൽ മുഅ്മിനീങ്ങളാണ് അവര്. നേരത്തെ ജിന്നുകളിൽ മുഅ്മിനീങ്ങൾ നരകത്തിൽ പോകുന്നു പറഞ്ഞില്ലേ, അതേ കാര്യം തന്നെ പറഞ്ഞു. ആഭിചാര മന്ത്രവാദങ്ങളിൽ വിശ്വസിക്കുന്നവരാണ് അവർ. ജിന്ന് പിശാചുക്കൾ, അല്ലാഹു അല്ലാതെ സഹായം എത്തിക്കപ്പെടുന്ന ശക്തികളിലും വിശ്വസിക്കുന്നവരാണ്, താഗൂത്തിലും വിശ്വസിക്കുന്നവരാണ് അവർ. ആര്? ജൂതന്മാരെ പറ്റി അല്ലാഹു പറയാം. അവർക്കാണ് ഏറ്റവും വലിയ പിശാച് ആരാധനയും പ്രാർത്ഥനകളൊക്കെ. അമേരിക്കയിൽ പോലും അതുണ്ടെന്ന് ഞാൻ സൂചിപ്പിച്ചല്ലോ. കാലിഫോർണിയയാണ് അമേരിക്കയിലെ ഏറ്റവും പിശാചാരാധനയുടെ കേന്ദ്രം. ആ തീപിടുത്തണ്ടായില്ലേ, ആ കേന്ദ്രം. യൂറോപ്പിലുണ്ട്, ജപ്പാനിലുണ്ട്. കൾട്ടുകളാണ് പിശാചാരാധനയുമായി ബന്ധപ്പെട്ട ആളുകൾ ഇന്നുമുണ്ട്. നമ്മുടെ കേരളത്തിൽ ഇഷ്ടം പോലെ ഉണ്ട്, നമുക്കറിയാം. പണ്ട് കാലം തൊട്ടുണ്ട്. അവരൊക്കെ കാഫിറും മുശ്രിക്കുമാണ്. അവര് നരകത്തിലേക്ക് പോകാനുള്ളവരാണ് എന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ അല്ലാഹ് ഈമാൻ കൊള്ളാൻ പറഞ്ഞതിലും മാത്രം ഈമാൻ കൊള്ളാൻ പറഞ്ഞു, അതിന്റെ അപ്പുറത്തേക്ക് പോണ്ട. അപ്പോ കരുണാവാരിയായ, കാരുണ്യവാനായ, സ്നേഹനിധിയായ റബ്ബ്, നമ്മുടെ രക്ഷകൻ, ആ റബ്ബിന്റെ ഇറാദത്ത്, ഉദ്ദേശം അനുസരിച്ച് മാത്രം മലക്കുകൾ പ്രവർത്തിക്കുള്ളൂ എന്നുള്ള ബോധ്യം നമുക്ക് സമാധാനം നൽകുന്നു. എന്റെ റബ്ബ് എന്നിൽ എന്തുദ്ദേശിച്ചു അത് സംഭവിച്ചിരിക്കും. അല്ലാഹു ദുനിയാവിലെയും ആഖിറത്തിലെയും എല്ലാ ശർറുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. യഥാർത്ഥ ഈമാനോടുകൂടി ജീവിച്ചു മരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منا والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة